ഏത് വലിയ പ്രതിസന്ധിയാണെങ്കിലും അത് എൻ്റെ യഹോവയ്ക്ക് പറ്റുന്ന കാര്യമാ. എൻ്റെ യഹോവയ്ക്ക് മറുപടി തരാൻ പറ്റുന്ന കാര്യമാണെന്ന് ഹല്ലേലൂയ അകത്തുറപ്പുള്ള ദൈവജനം കരമുയർത്തി കർത്താവിനെ ഹല്ലേലൂയ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ, ദൈവം നിങ്ങളുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാ. ആമേൻ, ഹല്ലേലൂയ. ക്ഷീണിച്ചാരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, ഭാരത്തോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, നിരാശയ്ക്കകത്ത് ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ കർത്താവിനൊരു ദൈവ ശബ്ദമുണ്ട്. ഹല്ലേലൂയ, നീ ഭയപ്പെടണ്ട. ആമേൻ, ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ ഹല്ലേലൂയ താങ്ങും. എത്ര പേർക്ക് വായ് തുറന്നെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്? എൻ്റെ കർത്താവ് എന്നെ താങ്ങുമെന്ന്. ഹല്ലേലൂയ. ഞാൻ ഭയപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, ഞാൻ വേദനിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ, ഞാൻ പ്രതികൂലത്തിനകത്തുകൂടെ കടന്നു പോകുന്ന ഈ ഭാരത്തിനകത്തുകൂടെ പോകുമ്പോ ഒരു കാര്യം നിങ്ങൾ അകത്ത് പറയുക, വിശ്വസിക്കുക. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഒരു ദൈവശബ്ദമുണ്ട്. ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ഒത്തിരി വേദനയോടെ ഒരുപക്ഷെ ഇതിനകത്ത് നിന്ന് കടന്നു വന്നിരിക്കുന്നത്, ഒത്തിരി നിരാശയോടെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളോടുള്ള ദൈവശബ്ദം ഇതാകട്ടോ. കുഞ്ഞെ, നീ ആ വിഷയത്തിൽ നോക്കി ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ആ പ്രശ്നത്തിനകത്ത് നീ സങ്കടപ്പെടണ്ടെന്നേ. ഹല്ലേലൂയ, നിനക്ക് ഞാനില്ല കൂടെ. ഹല്ലേലൂയ. ഒരു ഇസബേലിന്റെ വാക്ക് കേട്ട് ഹല്ലേലൂയ ഒരു ദൈവഭക്തൻ ഭയന്നിരിക്കുകയാ. ആമേൻ, ഹല്ലേലൂയ. നിയോഗമുള്ള അഭിഷക്തൻ ഇപ്പോ ഏതോ ഒരു ഹല്ലേലൂയ മനുഷ്യ ശക്തിയുടെ വാക്കുകൾ കേട്ട് അവളിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ വാക്കിന് മുന്നില് ഭയന്ന് പേടിച്ച് പോയിരിക്കുകയാ. ആമേൻ, ഹല്ലേലൂയ. ചില വാക്കുകൾക്ക് മുന്നില്, ചില സാഹചര്യത്തിന്റെ മുന്നില്, ചില പ്രതികൂലത്തിന്റെ അകത്തുകൂടൊക്കെ ഈ രാത്രി ഇന്ന് നീ ഭയത്തോടെ ഇരിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നല്ലോ. അവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നിങ്ങളോട് കർത്താവ് സംസാരിക്കുക കേട്ടോ. ഹല്ലേലൂയ, നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഭയം നിന്റെ അകത്തിടുന്നത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഭയം നിന്റെ അകത്തേക്ക് കൊണ്ടിട്ട് കഴിയുമ്പോൾ നിന്റെ ആത്മീയതയെ, നിന്റെ പ്രാർത്ഥനയെ, നിന്റെ പാട്ടിനെ, നിന്റെ ആരാധനയെ, ഇതിനെയൊക്കെ ഭയം അകത്ത് കയറിയിട്ട് ഹല്ലേലൂയ നിന്നെ പലപ്പോഴും തകർക്കുവാൻ ഇടയാകും. ഇന്നൊരു രാത്രി ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു ഭയം നിന്നെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ഇതിനകത്തു നിന്ന് കടന്നു പോകുമ്പോ അതിന്റെ മുന്നിൽ ജയിക്കുവാൻ ഒരു അഭിഷേകം ഇന്ന് രാത്രി നിനക്ക് ദൈവം തരികയാകട്ടോ. ഹല്ലേലൂയ. മരണ ഭയത്തിലൂടെ കടന്നു പോകുന്ന ആരോ എന്നെ കേൾക്കുന്നു. ഹല്ലേലൂയ. മരിക്കുമോ എന്നുള്ള ഭയം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിനക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് തീരാതെ ഒരു രോഗത്തിനോ, ഒരു പ്രയാസത്തിനോ, ഒരു പ്രതിസന്ധിക്കോ ആമേൻ നിന്റെ ആയുസ്സിനെ തീർക്കാൻ പറ്റത്തില്ല. അകത്ത് വിശ്വാസമുള്ളവർ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരെ നോക്കി ആ ഭയത്തിലിരിക്കുന്ന, ചില രോഗത്തിന്റെ ഭരത്തിലിരിക്കുന്ന, ഹല്ലേലൂയ ചില കടബാധ്യതകൾ വന്ന് നാളെ എന്നുള്ള ഭയത്തിലിരിക്കുന്ന, ഹല്ലേലൂയ തലമുറകളുടെ ഭാവിയുടെ വഴി അടഞ്ഞ് ഭയപ്പെട്ടിരിക്കുന്ന ആരെ നോക്കി ആത്മാവി രാത്രി കൈമാറുകയാ. കുഞ്ഞെ, നീ ഭയപ്പെടരുത്. നീ ഭയപ്പെടണ്ട. നിന്റെ ഈ വിഷയത്തിനകത്ത് നിന്നെ സഹായിക്കുവാൻ ഞാനുണ്ട്. നിന്റെ ഈ വിഷയത്തിനകത്ത് നിന്നെ സംരക്ഷിക്കുവാൻ ഞാനുണ്ട്. നിന്റെ ഈ വിഷയത്തിനകത്ത് നിന്റെ കൂടെ നടക്കുവാൻ ഞാനുണ്ട്. ആരും നിന്റെ കൂടെ നടന്നില്ലെങ്കിലും ആമേൻ, ഹല്ലേലൂയ, നിന്നെ ഭയപ്പെടുത്താനേ ശക്തികൾ കാണത്തുള്ളൂ. നിന്നെ ഭയപ്പെടുത്തി ചൂരച്ചെടിക്കകത്ത് കൊണ്ടിടാനേ ശക്തികൾ കഴിയത്തുള്ളൂ. പക്ഷെ ഞാൻ പറയാം, ഹല്ലേലൂയ, അതിനകത്ത് നിന്ന്
വലിയ ഭയത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഒരു ദൈവശബ്ദം ഇന്ന് രാത്രി നിന്നോട് കൈമാറുകയാ. ഓ ഷാറഖസതേരിയ, ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോ ആരൊക്കെയോ ഭയം എവിടൊക്കെയോ ഒളിച്ചിരിക്കുകയാ. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭയത്താൽ ഭാരപ്പെടുന്ന, ഭയമിട്ട് പോരാടി ഒളിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്ന ആരെയോ നോക്കി ആത്മാവ് രാത്രി കൈമാറുന്നു. നീ ഭയപ്പെടരുത്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയുടെ രക്ഷയോ എന്റെ വെളിച്ചമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവയുടെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. നിന്റെ രക്ഷ, നിന്റെ വെളിച്ചം, ഇനി ആരെ ഭയപ്പെടാനാ? ഈ ഭൂമി നീ എന്തിനെ ഭയപ്പെടാനാ? ഇന്ന് രാത്രിയെ ഭയത്തെ പുറത്താക്കാൻ എത്ര പേർ തയ്യാറാ? പ്രാർത്ഥിച്ചു തുടങ്ങി വെച്ച ഭയത്തിന്റെ കെട്ടുകളിൽ നിന്ന് അഴിയുകയാ. ഓ റബന ഹദരഘടക ശബ്ദരാധന അകാലമായ കാരണങ്ങളില്ലാത്ത ചില ഭയങ്ങൾ കൊണ്ടുവന്നിട്ട്, കാരണമില്ലാത്ത നിരാശയിലാക്കുന്ന ചില ഭയങ്ങൾ കൊണ്ടുവന്നിട്ട് ജീവിതത്തിന്റെ നിരാശയിലാക്കിയിരിക്കുന്ന ആരെയോ പരിശുദ്ധമാവിന്ന് തൊടുകയാ. ആത്മാവ് അവരോട് ശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ. നീ ഭ്രമിച്ചു നോക്കേണ്ട, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ധൈര്യമുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലം വന്നാലും, ഏത് നിരാശയുടെ അവസ്ഥകൾ വന്നാലും, ഹല്ലേലൂയ, ഞാൻ ഭയപ്പെടത്തില്ല. ആമേൻ. ദാവീദ് പറഞ്ഞവരെന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ ഭയപ്പെടത്തില്ല. ആമേൻ. നീ നാവ് കൊണ്ട് ഇത് പറയുമ്പോ, ഹല്ലേലൂയ, നിന്നെ ഭയപ്പെടുത്താൻ പിശാച് കൊണ്ടുവന്ന സകല കെണികളോടെ പൊട്ടും. ആമേൻ. പക്ഷേ നിന്റെ നാവിനകത്ത് ഇത് പറയാതെ ഭയത്തിനകത്തേക്ക് നിന്നെ കൊണ്ടുവരുന്ന ഹല്ലേലൂയ സ്പിരിറ്റുകളെല്ലാം ഒന്ന് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയോ. കാരണം എന്താ നീ ഭയപ്പെടണമെന്ന് പറഞ്ഞത്? ഞാൻ നിന്നോട് കൂടെ ഇരുന്ന്, ഞാൻ നിന്നെ ശക്തീകരിച്ച്, ഞാൻ നിന്നെ സഹായിച്ച്, അടുത്ത് പറയണേ, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുകയാ. പ്രതിസന്ധിക്കകത്ത് നിന്നെ താങ്ങാൻ ഒരു കർത്താവ് ഉണ്ടെന്നേ. ഈ പ്രതികൂലത്തിനകത്ത് നിന്നെ താങ്ങാൻ ഒരു ദൈവം ഉണ്ടെന്നേ. ആമേൻ, ഹല്ലേലൂയ. പിന്നെ എന്തിനാ ഭയപ്പെടുന്നേ? പിന്നെ എന്തിനാ ഒളിച്ചിരിക്കുന്നേ? ഹല്ലേലൂയ. ഒളിച്ചിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്ക. ആമേൻ. ഭയത്തെ പൊട്ടിച്ച് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഭയത്തെ പുറത്താക്കുന്ന ഒരു പറ്റം തലമുറകൾ ഇന്ന് രാത്രി ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ഓ ഷറഖസതേരിയാദന. ഹല്ലേലൂയ. ഭയത്തെ ജയിക്കുന്ന ഒരു തലമുറ, പിശാച് കൊണ്ടുവരുന്ന ഭയം. ഹല്ലേലൂയ. ചിലർ ഞാൻ കേട്ടിട്ടുണ്ട് പഠനത്തോട് ഭയങ്കര ഭയമാണ്. ചില കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഭയങ്കര ഒരു പ്രതിസന്ധിയാണ്. എക്സാം ആകുമ്പോൾ ഭയങ്കര ഭയം. ഹല്ലേലൂയ. എക്സാമിന്റെ തലേ ദിവസം വരെ ഓക്കെയാ. അന്ന് രാത്രി പഠിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ എവിടുന്നെങ്കിലും ഒരു ഭയം കൊണ്ടുവന്ന്, ഹല്ലേലൂയ, പിറ്റേ ദിവസം ആകുമ്പോൾ എന്തെങ്കിലും ഒരു രോഗമായത് നിന്റെ എക്സാമിനെ ബാധിക്കുന്നത്, ഇന്ന് രാത്രി അതിനെ പൊട്ടിച്ചൊന്ന് ജയമെടുക്ക. ഹല്ലേലൂയ. ഇന്റർവ്യൂവിന് പോകാൻ നിൽക്കുമ്പോൾ ഭയങ്കര ഭയം. എല്ലാം പ്രിപ്പയർഡ് ആകും, ഓക്കെ ആയി, പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങും. പക്ഷെ ഹോളിനകത്തേക്ക് കയറുമ്പോൾ ഞാൻ ജയിക്കുമോ, എനിക്കിത് ഹല്ലേലൂയ ജയിക്കാൻ പറ്റുമോ എന്നുള്ള ഭയം. ശുശ്രൂഷകളിൽ ചില വേദികൾ കിട്ടുമ്പോൾ ഈ ജനത്തോട് ഞാൻ എന്തു പറയും, ഈ ജനത്തിന് നടുവിൽ ഞാൻ എങ്ങനെ പ്രസംഗിക്കുമെന്നുള്ള ഭയം. ആമേൻ, ഹല്ലേലൂയ. രാത്രി ഞാൻ ഒത്തിരി ശാന്തമായി നിങ്ങളോട് പറയട്ടെ, അതിനെ ഒന്ന് പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ പറഞ്ഞ പോലെ ഞാൻ പറ, ഹല്ലേലൂയ, എനിക്ക് ഭയമില്ലെന്നേ. ആർക്കും
പിശാചിനോ ജഡത്തിനോ എന്നോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. ഓ, 1000 വീണാലും 10,000 വീണാലും അതൊന്നും എനിക്കോ, എന്റെ ഭാവിക്കോ, എന്റെ തലമുറയ്ക്കോ, എന്റെ കുടുംബത്തിനോ, എന്റെ വാറ്റത്വത്തിനോ ഹല്ലേലൂയ തടസ്സമല്ലെന്ന് പറയുന്ന ഒരു തലമുറ. ഒന്ന് പ്രാർത്ഥിച്ചാടെ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച്, കർത്താവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനാവശ്യമായ ഭയങ്ങൾ കൊണ്ടുവന്നു ഇവിടെ മുന്നോട്ടുള്ള വാഗ്ദത്തങ്ങളെ തടയുന്ന, മുന്നോട്ടുള്ള ശുശ്രൂഷകളെ തടയുന്ന, നിയോഗങ്ങളെ തടയുന്ന, പ്രോമിസുകളെ തടയുന്ന അനാവശ്യ ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിനെ ഹല്ലേലൂയ ഭയക്കാത്തൊരു തലമുറ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ജീവിത ധൈര്യമുള്ള ഒരു പറ്റ തലമുറകൾ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. കർത്താവേ, ഹല്ലേലൂയ. അങ്ങ് അത് ചെയ്തത് കൊണ്ട് സ്തോത്രം. അങ്ങ് വിടുതലയച്ചത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഭയമില്ലാതെ ജീവിക്കുവാൻ